ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രകമ്പനം മൂവി. ഡയറക്ടർ വിജീഷ് പനത്തൂർ. ആൾ തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. വിജീഷ് പനത്തൂരും ശ്രീഹരി വടക്കനും കൂടിയിട്ടാണ് ഇതിൻ്റെ തിരക്കഥാ സംഭാഷണമൊക്കെ. നമ്മുടെ ഗണപതി, സാഗർ സൂര്യ, അമീൻ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള പടം. പിന്നെ വേറെ കുറേ കാശുകളുണ്ട്. നമ്മുടെ മരിച്ചുപോയ അനശ്വരനായ കലാകാരൻ നവാസിക്കാരെ അവസാനത്തെ പടം കൂടിയായിരുന്നത്. നല്ലൊരു കോളേജ് മൂവി, ഒരു വൈബാണ് പടം കിട്ടിയത്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് കറക്റ്റ് നമ്മുടെ കോളേജ് ലൈഫും കാര്യങ്ങളും ആ ഒരു രീതിക്ക് പോയി. സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറച്ച് ഹൊറർ കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമലി നമുക്ക് ഒരു വട്ടം ഒന്ന് കണ്ട് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫൺ മൂവി. ഇന്റർവ്യൂലൊക്കെ അത്യാവശ്യം നല്ല വർക്കായിട്ടുള്ള കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അത്ര ഒരു കോമഡി എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ പടം ഓവറോൾ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അതിൽ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സാഗർ സൂര്യ, ആളുടെ അഭിനയം പൊന്നമുച്ചനെ തങ്ങൾ കിട്ടുമായിരുന്നു പടത്തിൽ. ശരിക്കും ആ ക്യാരക്ടറുകൾ തമ്മിലുള്ള ചേഞ്ച് ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് കറക്റ്റ് അത് കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആളുടെ അഭിനയം കാര്യങ്ങളൊക്കെ. അത്രയും നല്ല രസമായിട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നി ആളുടെ അഭിനയം. പിന്നെ ബാക്കി രണ്ടുപേരും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അമ്മീനൊക്കെ കുഡോസ് മീഡിയയിലത്തെ ആവനും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ബ്രോയും നല്ല രസമായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഗണപതിനെ കുറിച്ച് പിന്നെ ഗണപതി ബ്രോനെ കുറിച്ച് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് പാലും പഴവും ആ പാട്ട് തന്നെ ഓർമ്മ മതി ആളുടെ. ഇവർ മൂന്നുപേരും തന്നെയാണ് മെയിൻ ലീഡ് റോളുകൾ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഹൊറർ, കോമഡി എല്ലാം കൊണ്ടും പടം നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു. ഇവിടെ സൊഹാർ സിറ്റി സെന്റർ വോക്ക് സിനിമാസിലാണ് ഞാൻ പടം കണ്ടത്. ഞങ്ങൾ സ്ഥിരം അവിടെ തന്നെയാണ് പോയത്. ഇവിടെ ആകെ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആകെ 2 തിയേറ്റർ, ഒന്ന് സിനിപോളീസും ഒന്ന് വോക്ക് സിനിമാസും. അതിൽ ഈ 2 തിയേറ്റർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു തിയേറ്റർ എന്ന് പറയുന്നത് എനിക്ക് എക്സ്പീരിയൻസ് കൂടുതൽ നല്ല തിയേറ്ററായി കിട്ടിയിട്ടുള്ളത് വോക്സ് തന്നെയായിരുന്നു. ആ വോക്സിൽ തന്നെയാണ് ഞങ്ങൾ പോയി കണ്ടത്. തിയേറ്ററിലൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ അത്രയും വൈബില്ല ഇവിടുത്തെ തിയേറ്ററിൽ പടം കാണുമ്പോൾ. അത് കാരണം കൊണ്ട് തന്നെ പടം കൂടുതലായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡും കിട്ടിയില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലോണം ചിരിച്ചിട്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ ഇപ്പോൾ കൂടെ വന്നിട്ടുള്ളായിരുന്നു. തിയേറ്റർ മൊത്തം ഫസ്റ്റ് ഹാഫ് മൊത്തം എല്ലാവരും ചിരി തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചൊരു പിന്നെ വേറെ ഒന്നുമില്ല, ഹൊറർ കോമഡി ആകുമ്പോൾ അതിൻ്റെ ഹൊറർ എലമെന്റ്സും കൂടി വേണമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പടം കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. പിന്നെ പടത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് ക്രിട്ടിക്കലായിട്ട് പറയാനൊന്നും അറിയാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. എന്തായാലും എനിക്ക് പടം ഇഷ്ടമായിട്ടുണ്ട്. ആ പടം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞത് ഞാൻ വലിയ നിരൂപകനൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ റിവ്യൂ കിട്ടുന്നത്. ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്തത് നമ്മുടെ ദിലീപന്റെ പടം ബബ്ബിയാണ്. പിന്നെ രണ്ടാമത് ഇപ്പോൾ ചെയ്യുന്നത് ഈ പടമാണ്. ഈ പടവും എനിക്ക് വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനത് റിവ്യൂ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ആയിരിക്കും. ബൈ.